നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിൽ യോജിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന് മുമ്പേ ഇത്രയും പ്രശ്നങ്ങളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുന്നതാ രണ്ടു കൂട്ടർക്കും നല്ലത്. അത് പറയാൻ വേണ്ടി തന്നെയാ വിളിച്ചു വരുത്തിയത്. എന്ത് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ പറയുന്നത്? ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാ ഇപ്പൊ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ചെയ്ത് ഇത് ചെയ്ത് ഫ്രണ്ടിനെ വിളിക്കാൻ പറ്റില്ല, ഫോണൊന്ന് ബിസി ആവാൻ പറ്റില്ല, ഒന്ന് പുറത്തു പോകണമെങ്കിൽ കൂടി പെർമിഷൻ ചോദിക്കണം. ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അല്ല, അന്ന് എന്റെ കസിൻ എന്നെ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തപ്പോ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ എന്റെ അനിയന്റെ പ്രായമില്ലുള്ളൂ. ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെയാണെങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താൻ തന്നെയാ നമുക്ക് രണ്ടാൾക്കും നല്ലത്. നീ ഒരു ആവേശത്തിന് കയറി വേണ്ടെന്നൊക്കെ പറയുകയാണെങ്കിലും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ പേടിച്ചിട്ട് നിന്റെ വീട്ടുകാർ ഈ തീരുമാനത്തിൽ കൂടെ നിൽക്കും തോന്നണ്ട. അതുകൊണ്ട് മോള് നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. അല്ല മോളെ, നീ ഇപ്പൊ എന്ത് പറയാൻ അവൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ കുറെ ആയാൽ ശ്രമിക്കുന്നു. ഇനി എനിക്ക് പറ്റില്ല. കല്യാണത്തിന് മുമ്പേ എങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും എന്റെ അവസ്ഥ? മോളെ, ആണുങ്ങള് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മാറുകയായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരും കുടുംബക്കാരൊക്കെ എന്ത് പറയും? നാട്ടുകാരും കുടുംബക്കാരും എന്ത് പറയുന്ന വിചാരിച്ച് എന്റെ ജീവിതം പരീക്ഷണ വസ്തുവൊക്കെ എനിക്ക് കഴിയില്ലമ്മേ. അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ഈ തീരുമാനം എടുത്തത്. മോളെ, നീ ഒന്നുകൂടി ആലോചിക്കേ. ഇത് പണ്ടത്തെ കാലമില്ല. തീരുമാനം എടുക്കുന്നത് അവളാ, അവളുടെ ജീവിതമാ. കല്യാണം കഴിഞ്ഞ അവളുടെ ജീവിതത്തിൽ ഇടപെടാൻ നമുക്കൊരു പരിധിയുണ്ട്. ബാക്കി മുഴുവൻ അനുഭവിക്കേണ്ട അവൾ ഒറ്റയ്ക്കാ, അല്ലാണ്ട് നാട്ടുകാരും കുടുംബക്കാരും വരില്ല. അതുകൊണ്ട് മോൾ എന്താ തീരുമാനിക്കുന്നത്? അതിന്റെ കൂടെ അച്ഛനും അമ്മയുണ്ടോ? മോൾ ധൈര്യമായിട്ട് പോയിട്ടോ. പെൺകുട്ടികളെ ഒരു ബാധ്യതയെ കണ്ട് അവരിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടാമെന്ന് ചിന്തിക്കുന്ന ഒരു ഫാമിലി അല്ല എന്റെ. പിന്നെ നാട്ടുകാരും കുടുംബക്കാരും എന്തൊക്കെ പറയും വിചാരിച്ചിട്ടേ എന്റെ ജീവിതം കളയാൻ എന്റെ വീട്ടുകാർ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് ചേട്ടൻ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. വെറുതെ ഇവിടെ നിന്ന് സമയം കളയാണ്ട് പോവാൻ നോക്കിക്കോ.